ഹലോ, അങ്ങനെ ഇതാ ഉറക്കം തൂങ്ങി ഒരു സൈഡിലിരുന്ന് എന്നെ എൻ്റെ കെട്ടിയോ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ഹൈവേയിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. കാണാനൊക്കെ നല്ല അടിപൊളി റോഡാണെങ്കിലും നമ്മളെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഹൈവേ എന്ന് പറയുന്നത്. വാളയാർ ചെക്ക് പോസ്റ്റ് മുതലാണ് കേട്ടോ ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത്. ഈ പ്രാവശ്യമൊക്കെ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ തന്നിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് ഉറക്കം വരുന്നുണ്ട്, ഇനി നീ ഡ്രൈവ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കയറിയിരുന്ന് ഞാൻ ഡ്രൈവ് ചെയ്യാണ്. ഭയങ്കര രസമാണ് ഹൈവേയിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാൻ. പക്ഷേ നമ്മളെ ശ്രദ്ധ കുറച്ചധികം വേണം, കാരണം സ്പീഡ് നോക്കണം. അതേപോലെ നമ്മൾ സൈഡ് മാറുമ്പം വേറെ വണ്ടി പുറകിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ കാണാൻ നല്ല സ്മൂത്തായിട്ടുള്ള റോഡാണ്, പക്ഷേ നല്ല ശ്രദ്ധ വേണം. ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഷാലു, മിനു. നമ്മൾ വരുമ്പോൾ ആട് ഗേറ്റ് ക്ലോസ് ചെയ്യണേ, ഞങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടി ഒരു പൊക്കി തന്ന് ഞങ്ങൾ പാസ് ചെയ്തു. അങ്ങനെ ഇതാ നമ്മൾ ട്രെയിന് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് കാറൊക്കെ അവിടെ സൈഡാക്കിയിട്ട് അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ ക്രോസിങ്ങിൽ ഒരുപാട് വണ്ടി വന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ നമ്മളെങ്ങനെ നോക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും അങ്ങോട്ടേക്ക് നേരെയാണല്ലോ പോകേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ വണ്ടിയൊക്കെ നിർത്തി ട്രെയിൻ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവർക്കൊരു അത്ഭുതം, ഇവരേത് മന്ദബുദ്ധികളാണ്, ഇവരിങ്ങനെ ട്രെയിൻ കാണാൻ വേണ്ടിയൊക്കെ നിൽക്കുന്നത്. ഏതോ ട്രെയിൻ ഇല്ലാത്ത നാട്ടിൽ നിന്നാണല്ലോ ഇവർ വരുന്നത് എന്നുള്ളൊരു ഭാവം അവർക്കൊക്കെ ഉണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ട്രെയിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് അത്ഭുതം തന്നെയാണ്. നമ്മൾ നാട്ടിൽ ട്രെയിനൊന്നും ഇല്ലല്ലോ. നമുക്ക് ട്രെയിൻ കാണണമെങ്കിൽ ഈ റൂട്ടിനൊക്കെ വരണ്ടേ. നമ്മൾ പണ്ട് ഉപ്പുള്ള കാലത്ത് ഉപ്പൊക്കെ മരക്കച്ചവടമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ശനിയാഴ്ച രാത്രി ഈ മരത്തിൻ്റെ കണക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കല്ലായിൽ പോയിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും കുട്ടികളും ഉപ്പൻ്റെ കൂടെ പോകും. അപ്പോൾ കണക്കൊക്കെ നോക്കുന്ന ആ ഒരു ടൈമിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റെയിൽവേ ട്രാക്ക് ആയിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു ട്രാക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. എല്ലാ ആഴ്ചയിലും 9:30 ആകുമ്പോൾ, എല്ലാ ദിവസവും ഉണ്ടാവും, നമ്മളെല്ലാ ആഴ്ചയാണല്ലോ പോകുന്നത്. അപ്പോൾ 9:30 ആകുമ്പോൾ അതിലൊരു ട്രെയിൻ കടന്നു പോകും. നമ്മളതിങ്ങനെ നോക്കി നിൽക്കും. അതിന് ശേഷമൊക്കെ ഒരു 10 മണി വരെയൊക്കെ നമ്മൾ അവിടെ നിൽക്കും. ആ ഒരു ടൈമിൽ ഒരു ട്രെയിനാണ് പോവലുണ്ടായിരുന്നത്. അങ്ങനെ അതാണ് ട്രെയിൻ കാണാൻ പോകണം നമ്മളൊരു ഓർമ്മ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇപ്പം ഇല്ല, കല്ലായി പോക്കും ഇല്ല, ട്രെയിൻ കാണലും ഇല്ല, ഒന്നുമില്ല. ഇത് പാസഞ്ചർ ട്രെയിൻ അല്ല കേട്ടോ, ഗുഡ്സ് ട്രെയിനാണ്. നമ്മളിതിന് മുന്നേ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ കുറേ പ്രാവശ്യം. പക്ഷേ ഇപ്പം നമുക്ക് ട്രെയിനിൽ കയറാൻ ഭയങ്കര ആഗ്രഹമാണ്. എന്നാലും ട്രെയിനിലെ ഫുഡും ആ ഒരു വാഷ്റൂമൊക്കെ വിചാരിക്കുമ്പോൾ ആകെ മൊത്തം ഒരു മടുപ്പാണ്. അങ്ങനെ നമ്മൾ സത്യമംഗലവും കഴിഞ്ഞ്, കോയമ്പത്തൂരും കഴിഞ്ഞ്, വാളയാറും കഴിഞ്ഞ് ഇപ്പോൾ പാലക്കാടെത്തി. ഇനി നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? അതിനുമൊക്കെ വെഹിക്കിൽ മൊത്തം തോലൂരിങ്ങാൻ ഇരിക്കുകയാണ്. നല്ല ചൂടാട്ടോ, നല്ല അടിപൊളി സ്ഥലം. നമ്മൾ ഇപ്പം ഇനി പോണത് കവ ഐലൻഡ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ ആയി കവൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണും. നട്ടുച്ച നേരത്താണ്, ഫുഡ് കഴിച്ചില്ല. പോണ വൈക്കിയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കും. അപ്പോൾ കവ എത്തിയിട്ട് നിങ്ങളെ കവ കാണിച്ചു തരാം. നമ്മൾ മെയിൻ റോഡിൽ നിന്നൊക്കെ കയറിയിട്ട് ഒരു ഉൾറോട്ടിലൂടെയാണ് കേട്ടോ കവയിലേക്ക് പോകുന്നത്. ഇവിടെയൊക്കെ ആനയുള്ള സ്ഥലമാണ് കേട്ടോ. ആനത്താരാന്ന് ഒരുപാട് സ്ഥലത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു റൂട്ടിനൊന്നും ഇറങ്ങാൻ പറ്റൂല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും കുറേ ആളുകളൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ഇറങ്ങാനൊന്നും നിന്നില്ല. ഫോറസ്റ്റുകാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പണിയാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ അങ്ങ് പോവുകയാണ് ചെയ്തത്. ഒന്ന് വിടർത്തിടാം. അവിടെ 2-3 മയിലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടോയെന്നറിയില്ല, നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. വീഡിയോയിൽ എനിക്ക് നോക്കിയപ്പോൾ കാണാൻ പറ്റിയില്ല. നമ്മളെ നാട്ടിൽ കോഴീനെയൊക്കെ കാണുന്ന പോലെ ഉണ്ടോ പാലക്കാട് വന്നിട്ട് മയിലിനെ കാണുന്നത്? എല്ലാ പറമ്പിലും മയിലുണ്ട്. അത് ഒന്നൊന്നല്ല, ഒരുപാട് എണ്ണം കോഴീനെ പോലെ ഇങ്ങനെ ചിക്കി ചിക്കി നടക്കുന്നുണ്ട് കേട്ടോ. ചൂടൊരു രക്ഷയില്ല കേട്ടോ. അവിടെ മഴയൊന്നും ഏറ്റിട്ട് തന്നെ അല്ല ഒന്ന്. പാലക്കാട് ചൂടാന്നല്ലൊരു പറയുന്നത്. ഉമ്മച്ചി പറഞ്ഞ സ്ഥലം എടാ? കവ. ചൂടാ നമ്മൾ കവ എത്തിട്ടോ. കവ വേക്കിൽ കാണുന്നുണ്ട്. നിങ്ങളെ വേക്കിൽ കവ ഉണ്ട്, പക്ഷെ ചോറ് നിട്ട് പോവാച്ച്. ഇവിടെ കവ ഇവിടുന്ന് പിടിച്ച നല്ല ഫിലോപ്പി മീൻ. തിലോപ്പിയ. മിനു എന്തായി?
ഈ ഒരു ഫുഡിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഒരു തിലോപ്പിയ പൊരിച്ചത് ഭയങ്കര ടേസ്റ്റിന് കേട്ടോ. ഞാൻ സാധാരണ പുഴമീൻ കഴിക്കാത്ത ഒരാളാണ്, പക്ഷെ ഞാൻ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല അപാര ടേസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഫുഡ് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കവയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കവ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡാണിത്. നമ്മൾ ഡാമിൽ നിന്ന് നോക്കുമ്പം ഇങ്ങനെ ഒരു മലകൾ കാണാറില്ലേ, ആ മലേൻ്റെ താഴേക്കുള്ള ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ വന്ന സമയം ആകെ പാളിപ്പോയിട്ടുണ്ട്. നട്ടുച്ച വെയിലും പാലക്കാടും ചൂടും ഒരു രക്ഷയില്ലേ, നമുക്ക് എങ്ങോട്ടും പോകാനൊന്നുമില്ല. ആ ഒരു വെള്ളം കാണുന്ന സ്ഥലത്തേക്കൊക്കെ പോകണം. ആ ഒരു പനയൊക്കെയാണ് ഈ കവൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് കവൻ്റെ ഉള്ളിലേക്ക് വണ്ടിയൊക്കെ ഇറക്കി കൊണ്ടുപോകുന്നു കേട്ടോ. ആ ഒരു പന കാണുന്ന സൈഡും ആ ഒരു വെള്ളം കാണുന്ന സൈഡിലേക്കൊക്കെ എല്ലാവരും വണ്ടി കയറ്റി പോകുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ആരും പോകുന്നത് കണ്ടില്ല, അതുകൊണ്ട് നമ്മളും ഇറക്കിയില്ല. ഇറക്കാനുള്ളൊരു വഴിയും നമ്മൾ കാണുന്നില്ല കേട്ടോ. അതേപോലെ മോളി ഊഞ്ഞാലാടുന്ന സ്ഥലത്തൊക്കെ മഴക്കാലമാകുമ്പോൾ ഫുള്ള് വെള്ളമാക്കി കിട്ടും. കാണാനൊക്കെ നല്ല അടിപൊളിയാണ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ നട്ടുച്ച വെയിലാണ്, അതിൻ്റെ ചെറിയൊരു ക്ഷീണം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 2-3 മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ വരുമ്പം നല്ലൊരു വൈബായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കവ ഐലൻഡ് കാണാൻ നട്ടുച്ച വെയിലത്ത് മന്ദം മന്ദം നടന്ന് നീങ്ങുന്ന ഞങ്ങൾ ഓൾ ടീംസ് പാരച്ചൂട്ടെടുത്ത് ഇറങ്ങിയതാ. അടച്ചോനെ ഭയങ്കര വെയിലാ. സമയം 3 മണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഫുഡ് കഴിച്ച് ജസ്റ്റ് ആയിരുന്നു കൊണ്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളെ ലാലേട്ടൻ്റെ ഒടിയൻ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തത് കവയിൽ വെച്ചിട്ടാണ് കേട്ടോ. അതേപോലെ പടയോട്ടം, മൃഗയ അങ്ങനെയുള്ള മൂവികളൊക്കെ ഉണ്ട്. വേറെ ഏതൊക്കെയോ ഉണ്ട്. എൻ്റെ അറിവിലുള്ളത് ഈ ഒരു 2-3 സിനിമയാണ് കേട്ടോ. ഈ കാണുന്ന സ്ഥലമൊക്കെ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഫുള്ള് വെള്ളത്തിൻ്റെ അടിയിലായിക്കോട്ടോ. ആ ഒരു ടൈമിൽ ഇത് ശരിക്കും നല്ലൊരു പുഴ പോലെ ഉണ്ടാവും. അതിന് വേറൊരു ഭംഗിയാണല്ലോ. അല്ലെങ്കിൽ വീഡിയോ എടുക്കാതെ കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ ആലാണോ കോളിയാണോ? ഇത് കോളിയാണോ തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടി കണ്ടോ ഒരു പന പോയത് ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ടുപിടിച്ചത് അത്ഭുതമാണ്. ഈ കോളീൻ്റെ ഉള്ളിലാണ് ഈ പന ഉള്ളത്. മറ്റേ നുങ്കിൻ്റെ കരിമ്പനല്ലേ, അത് ഒരത്ഭുതം തന്നെയാണത്. നമുക്കൊരത്ഭുതമാണ്, അത്ഭുതമാണ്. അങ്ങനെ നമ്മളിത് ആ കവയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. ഒരുപാട് ടൈമൊന്നും നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല, വളരെ കുറച്ച് സമയം നിന്നിട്ടുള്ളൂ. കാരണം ചൂടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക്. നമ്മൾ പാലക്കാട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിട്ട് ഒരു 5 മണി സമയമൊക്കെ ആകുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നതെങ്കിൽ നമുക്ക് കുറേ സമയം ഇവിടെ ഇരിക്കാനും കേട്ടോ. എന്നപ്പോൾ ഒന്നുകൂടി അടിപൊളിക്കും. ഇത് എത്ര കാറ്റുണ്ടായിട്ടും വെയിലിൻ്റെ ചൂടിനെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പം വരുന്ന വഴിക്ക് കവയിൽ ഇങ്ങനെ ഇറങ്ങുന്നൊരു സ്ഥലമുണ്ട്. അത് കണ്ടപ്പോൾ ഞാനൊന്ന് ഇറങ്ങി നോക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ നല്ല തിരക്കായിട്ടുണ്ട്. പിന്നെ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴേക്കും അവിടെ അടുത്തുള്ള ആളുകൾ തന്നെ കുറേ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ പോവുകയാണ്. കുറേ ഈവനിങ് ആകുമ്പോൾ പിന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാകുമല്ലോ പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ കവ കണ്ട് മതിയായിട്ടില്ല. നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരിക്കൽ കൂടി നമ്മൾ എന്തായാലും കവയിൽ വരും. അത് ഈ ഒരു ചൂടുകാലത്ത് നല്ല വരിക. കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുള്ള ഒരു ടൈമിൽ നമ്മൾ എന്തായാലും കവയിൽ വരും. അത്രക്കും നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും നമ്മൾ വരും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് തിരിച്ച് പോരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പറഞ്ഞു പോരുന്ന സ്ഥലത്തൊക്കെ എന്തായാലും ഞങ്ങൾ പിന്നെ പോവാറുമുണ്ട്. അപ്പം എന്തായാലും ഞാൻ കവയിൽ ഒന്നുകൂടി വരും. ആ ഒരു വീഡിയോ ഞാൻ എടുക്കും, നിങ്ങളെല്ലാവരെയും കാണിച്ചു തരും ഇൻഷാ അല്ലാ. ശരിക്കും പാലക്കാട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്ന് ഞാൻ അറിയുന്നതിന് ഇപ്പോൾ അടുത്താണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു വ്ളോഗുണ്ട്. ആ ഒരു വ്ളോഗിൽ അവരിവിടെ കവയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കവ ഐലൻഡിനെ കുറിച്ച് അറിയുന്നത് കേട്ടോ. വന്ദേ ഭാരത്, വന്ദേ ഭാരത്. അടുത്ത വരവിൽ നമ്മൾ വന്ദേ ഭാരത് ഏതാ പോക്ക്, 2 ഭാഗത്തും പൈലറ്റ്. അങ്ങനെ കവയും കണ്ട് വന്ദേ ഭാരതും കണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വ്ളോഗൊന്നും എടുത്തില്ല, ആകെ ടയേർഡായിരുന്നു. നമ്മൾ ഇവിടേക്കോ നിർത്തി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കാറ് സൈഡാക്കിയിട്ട് കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കൊച്ചു വ്ളോഗ് ഇത്രക്കൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരിക്കൽ കൂടി നമ്മൾ കവയിലേക്ക് വരുന്നത് എൻ്റെ മനസ്സിനോട് തന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ട് ഈ ഒരു വ്ളോഗ് ഇത് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വ്ളോഗായിട്ട് ഞാൻ വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.